പ്രസംഗം കേൾക്കാൻ ഒരുപാട് ആളുകൾ ഇവിടെ തടിച്ചുകൂടും. കാരണം ഹറമിലെ ഇമാമാണ് ഇന്ന് പങ്കെടുക്കുന്നത്. ഹറമിലെ ഇമാമും മാറി നിൽക്കുകയാണ്. സാക്ഷാൽ അള്ളാഹുവിൻ്റെ റസൂൽ ഇവിടെ വന്ന് സംസാരിക്കുകയാണെങ്കിൽ ജനങ്ങൾ എത്ര കൂടും? കാരണം ഒരുപാട് കാര്യം റസൂലുള്ളാഹിനോട് നേരിട്ട് ചോദിക്കണമെന്നുണ്ട്. അതുകൊണ്ട് പ്രവാചക വചനം കേൾക്കാൻ താല്പര്യമുണ്ടാകും. പ്രവാചകനെയും മാറ്റി അള്ളാഹുവാണ് ഇവിടെ വന്ന് സംസാരിക്കുന്നതെങ്കിൽ ആ സംസാരം കേൾക്കാൻ കൊതിക്കാത്തവരുണ്ടാവുകയില്ല. ആ അള്ളാഹുവിൻ്റെ സംസാരം കേൾക്കണോ? അതാണ് വിശുദ്ധ ഖുർആൻ. വഇദാ ഖുരിഅൽ ഖുർആൻ ഫസ്തമിഊ ലഹു വഅൻസിതൂ ലഅല്ലകും തുർഹമൂൻ. ഖുർആൻ നിങ്ങളുടെ മേൽ ഓതി കേൾപ്പിക്കപ്പെട്ടാൽ നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണേ. ഖുർആൻ ഒരു വഴിക്ക് അങ്ങനെ കേൾപ്പിക്കുന്നു, ആളുകൾ വേറെ വഴിക്ക് ചിന്തിച്ചു പോകുന്നു. അല്ല, ശ്രദ്ധിച്ച് കേൾക്കാൻ ഒഴിവുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഓതി കേൾപ്പിക്കപ്പെടേണ്ടതാണ് ഖുർആൻ. വഅൻസിതൂ, നിങ്ങൾ മൗനികളാവണം, ശാന്തരായി നിങ്ങളെല്ലാവരും ഇരിക്കണം. പറയുന്നത് അള്ളാഹുവിൻ്റെ കലാമാണ്. അള്ളാന്റെ കലാം ഓതി കേൾപ്പിക്കപ്പെടുമ്പോൾ ആ ഒരു ഗാംഭീര്യം ഉണ്ടാവണം. ലഅല്ലകും തുർഹമൂൻ. അത്തരം സദസ്സുകളിലാണെങ്കിൽ പോലും നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ കരുണ ലഭിക്കും. ജിബ്രീൽ അലൈഹിസ്സലാം ഇറാ ഗുഹയിൽ വന്ന ആ രംഗം നമ്മുടെ മനസ്സിലുണ്ട്. ഇഖ്റ, വായിക്കുക നബിയേ. റസൂലുള്ളാഹിന്റെ മറുപടി, മാ അന ബിഖാരിഇൻ, ഞാൻ വായന പഠിച്ചിട്ടില്ല, എനിക്ക് വായന അറിയില്ല, അക്ഷരാഭ്യാസമില്ല. ആവർത്തിക്കുകയാണ് ഈ സംസാരം. ഇഖ്റ മാ അന ബിഖാരിഇൻ, അവസാനം വായിച്ചേ മതിയാകൂ, അള്ളാഹുവിൻ്റെ തീരുമാനമാണ്. അതുകൊണ്ട് ചേർത്ത് പിടിച്ചുകൊണ്ട്, കൂട്ടിപ്പിടിച്ചുകൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാം ആലിംഗനം ചെയ്തുകൊണ്ട് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഓതി കേൾപ്പിക്കാൻ, വായിക്കാൻ നിർബന്ധിപ്പിക്കാൻ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആലോചിക്കേണ്ടത് എന്തറിയോ? ഇഖ്റ എന്ന് പറയാൻ അള്ളാന്റെ റസൂലിന് കഴിയണില്ല. പേടിച്ച് വിറക്കാൻ, ശ്വാസം മുട്ടുകൺ, പനി വരികൺ, പരിഭ്രമിക്കൺ. മാ അന ബിഖാരിഇൻ എന്ന് പ്രിയപ്പെട്ട പ്രവാചകന് പറയാൻ പ്രയാസമല്ല. നമ്മൾ ആലോചിക്കേണ്ടത് അറബികളായ അവരുടെ ഭാഷയിൽ ഇഖ്റ പറയാനാണോ പ്രയാസം, അതോ മാ അന ബിഖാരിഇൻ എന്ന് പറയാനാണോ പ്രയാസം? മാ അന ബിഖാരിഇൻ എന്നതാണ് വാചകം കൂടുതൽ. പക്ഷേ അത് അറബികളുടെ സംസാരമാണ്, അള്ളാഹുവിൻ്റെ കലാമല്ല. ഇഖ്റ എന്നത് അള്ളാഹുവിൻ്റെ കലാമിൻ്റെ ഭാഗമാണ്, പദമാണ്. അത് പറയാൻ അള്ളാഹുവിൻ്റെ റസൂൽ വിയർക്കുകയാണ്. അള്ളാഹിൻ്റെ കലാമിൻ്റെ പ്രത്യേകതയാണ്. പേടിച്ച് വിറക്കാൻ. വീട്ടിലേക്ക് ഓടി പ്രിയപ്പെട്ട പ്രിയതമ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ആശ്വസിപ്പിക്കുകയാണ്, സമാധാനിപ്പിക്കുകയാണ്. ഇതാണ് ഖുർആൻ, അള്ളാഹിൻ്റെ കലാമിൻ്റെ പ്രത്യേകത. അലിഫ് ലാം മീം. 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 1-ാമത്തെ വചനം, അല്ലാഹു അഅലം ബി മുറാദി. അലിഫ് ലാം മീം, 3 അക്ഷരം, കേവലാക്ഷരങ്ങൾ കൊണ്ട് ആരംഭിച്ച അധ്യായത്തിലെ 1-ാമത്തെ വചനം. പ്രിയപ്പെട്ടവരെ, ഇതൊരു ഖുർആനിലെ ഏറ്റവും വലിയ അധ്യായത്തിന്റെ 1-ാമത്തെ വചനമാണെങ്കിലും അർത്ഥവും ആശയവും ഇല്ലെങ്കിലും അള്ളാഹുവിൻ്റെ കലാമായതുകൊണ്ട് അത് ഉച്ചരിച്ചാൽ ഒരു പ്രതിഫലമല്ല. പിന്നെ എത്ര പ്രതിഫല? 3 പ്രതിഫലം, 30 പ്രതിഫലം. റമദാനാണെങ്കിൽ ഇരട്ടി കൂടുകൻ. മാഷാ അല്ലാഹ്, സുബ്ഹാനല്ലാഹ്. അള്ളാഹുവിൻ്റെ കലാമിൻ്റെ പ്രത്യേകതയാണ്. അറബി ഭാഷയിൽ 28 അക്ഷരമുണ്ട്. അലിഫ് ബാ താ താ എന്നിങ്ങനെ ഉച്ചരിച്ചാൽ റമദാൻ ആയതുകൊണ്ട് ഒരു പ്രതിഫലമല്ല. ആ അക്ഷരം അക്ഷരങ്ങളാണ്. പക്ഷേ അലിഫ് ലാം മീം ഹാ മീം
യാസീൻ നൂൻ ഖാഫ്. ഇതൊക്കെ ഉച്ചരിച്ചാല് പ്രതിഫലം രേഖപ്പെടുത്തി. അള്ളാന്റെ കലാമിലെ അക്ഷരങ്ങളാണ്. മാത്രല്ല, ലോകത്തിങ്ങനെ ഒരു ഗ്രന്ഥമുണ്ടോ? വായിക്കുന്നവനും പ്രത്യേക സന്ദർഭം വരുമ്പോൾ സുജൂദിൽ കിടന്ന് നമിക്കണം, സഷ്ടാംഗം ചെയ്യണം, വിനയം പ്രകടിപ്പിക്കണം. ഒരാൾ ഓതുന്നു, അയാൾ അങ്ങനെ സുജൂദ് ചെയ്യുന്നത്, സജദത്ത് തിലാവ നമ്മൾ കാണുന്നു. അവിടെയുള്ള 100 ആളുകൾ അതിന് സാക്ഷികളായാൽ ആ 100 ആളുകളും അയാൾ ഓതിയ അള്ളാഹുവിന്റെ കലാമിലെ സുജൂദ് കൊണ്ട് കൽപ്പിക്കപ്പെടുന്ന സ്ഥാനം വന്നാൽ ഒന്നടങ്കം സുജൂദിൽ വീഴണം. അങ്ങനെ ഒരു കിതാബ് ലോകത്ത് വേറുണ്ടോ? പ്രത്യേക വചനങ്ങൾ പാരായണം ചെയ്യുമ്പോൾ കേൾക്കുന്നവർ പോലും സുജൂദിൽ കിടന്നുകൊണ്ട് അള്ളാഹുവിനെ വാഴ്ത്തേണ്ടുന്ന ഒരു ഗ്രന്ഥം. അതാണ് അള്ളാന്റെ കലാമിന്റെ പ്രത്യേകതയാണ്. മലകളെ നമ്മൾ കാണാറുണ്ട്. ഉറച്ചു നിൽക്കുന്ന ശക്തമായ മലകളെ നമ്മൾ കാണുന്നു നമുക്ക് ചുറ്റും. സൂറത്തുൽ ഹശ്ർ 21-ാമത്തെ വചനം. ലൗ അൻസൽനാ ഹാദൽ ഖുർആൻ അലാ ജബലിൻ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിഅൻ മിൻ ഖശ്യത്തില്ലാഹ്. ഈ ഖുർആൻ നമ്മളെങ്ങാനും വല്ല മലയുടെയും മുകളിലാണ് കൊണ്ടുപോയി വെച്ചതെങ്കിൽ, അവതരിപ്പിച്ചതെങ്കിൽ, മുഴുവൻ ഇറക്കിയതെങ്കിൽ ആ മല പോലും ഉരുകിയൊലിക്കുമായിരുന്നു. അള്ളാഹുവിന്റെ കലാമാണല്ലോ എന്നോർത്ത് ഉറച്ച മല പോലും പൊട്ടിപ്പിളരും എന്നാണ്. ഖാശിഅൻ മുതസദ്ദിഅൻ മിൻ ഖശ്യത്തില്ലാഹ്. മുതസദ്ദി എന്നാണ് അവിടെ ഉപയോഗിച്ച പദം. അറബി ഭാഷയിൽ ശക്തമായ തലവേദനക്ക്, തല പൊട്ടിക്കീറുന്ന തലവേദനക്ക് പറയുന്ന വാക്ക് സുദാഴ് എന്നാണ്. സുദാഴ്, ആ പദാണ് ഖുർആൻ ഉപയോഗിച്ചത്. മലകൾ പോലും ഉരുകിയൊലിക്കുമായിരുന്നു. അള്ളാന്റെ കലാം അതാണ്. ഇതിന്റെ മൂർച്ച, ഇതിന്റെ പവർഫുൾ നമ്മൾ തിരിച്ചറിയണം. ജിന്നുകൾ ഖുർആൻ കേട്ടത്, പ്രിയപ്പെട്ടവരെ, പ്രവാചകൻ കണ്ടിട്ടില്ല, അറിഞ്ഞിട്ടില്ല. പക്ഷേ സൂറത്തുൽ ജിന്ന് അവതരിപ്പിച്ചുകൊണ്ട് ആദ്യ ആയത്തിലൂടെ തന്നെ നബിയെ, അല്പം മുമ്പ് നിങ്ങളോതിയ ഖുർആൻ നിങ്ങൾ കാണാത്ത വിഭാഗമാകുന്ന ജിന്നുകൾ നേർക്ക് നേരെ കേട്ടിട്ടുണ്ട്. ഖുൽ ഊഹിയ ഇലയ്യ അന്നഹു ഇസ്തമഅ നഫറും മിനൽ ജിന്ന്. ഒരു സംഘം ജിന്നുകൾ അങ്ങയുടെ ഖുർആൻ ഇസ്തിമാഅ് ചെയ്തു, ശ്രദ്ധിച്ച് കേട്ടു. വഹയിലൂടെയാണ് റസൂലുള്ളാഹി അറിയണത്, തൊട്ട് മുമ്പാണ്. ഫഖാലൂ, അവരുടെ അഭിപ്രായമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ജിന്നുകൾ പോലും ഖുർആൻ കേട്ടിട്ട് പറഞ്ഞ വിലയിരുത്തൽ, ഇന്നാ സമീഅനാ ഖുർആനൻ അജബാ. അത്ഭുതം നിറഞ്ഞ, അത്ഭുതകരമായ, അത്യത്ഭുതകരമായ ഒരു ഖുർആനാണ് ഞങ്ങൾ കേട്ടത്. ഖുർആൻ കേട്ട ജിന്നുകളുടെ പ്രതികരണം. ഒരു സഹാബി വീട്ടില് രാത്രി ഖുർആൻ ഓതുകയാണ്. സുദീർഘമായി ഈണത്തിൽ, ഉച്ചത്തിൽ ഖുർആൻ പാരായണം ചെയ്യുകയാണ്. തൊഴുത്തിൽ ആലയിൽ കെട്ടിയ കുതിരകൾക്ക് വിരളി പിടിച്ചുകൊണ്ട് പരിഭ്രമിക്കുകയാണ്. അള്ളാന്റെ റസൂലിനോട് വിവരം പറയുകയാണ്. അള്ളാന്റെ റസൂല് പറയുകയാണ്, അങ്ങയുടെ ഖുർആൻ പാരായണം കേട്ടുകൊണ്ട് ആകാശലോകത്ത് നിന്ന് മലക്കുകൾ ഇറങ്ങി വന്നതാണ്. നേരം പുലരുവോളം അങ്ങെങ്ങാനും അത് തുടർന്നിരുന്നുവെങ്കിൽ ആ പരിസരം മുഴുവൻ റഹ്മത്തിന്റെ മലക്കുകളെ കൊണ്ട് നിറയുമായിരുന്നു. ഖുർആൻ കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന മാറ്റം, ഖുർആന്റെ പ്രത്യേകത, മാത്രം പ്രത്യേകത. അള്ളാന്റെ റസൂലിന് അന്ത്യസമയം വന്നപ്പോ വല്ലാതെ പനിച്ചു വിറച്ചു. ജമാഅത്തിന് പള്ളിയിലേക്ക് ഇമാമത്തിന് വരാൻ കഴിയണില്ല, അത്രക്ക് പ്രയാസാണ്. പ്രിയപ്പെട്ട പ്രിയതമ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് അള്ളാന്റെ റസൂല് പറയുകയാണ്, ആയിഷ, അബൂബക്കറിനോട് ഇമാമത്ത് നിൽക്കാൻ പറ. അബൂബക്കർ റളിയല്ലാഹുവിനോടൊന്ന് ഇമാമത്ത് നിൽക്കാൻ, ബാപ്പാനോടൊന്ന് ഇമാമ നിൽക്കാൻ വേണ്ടി പറയുക ആയിഷ.
അള്ളാന്റെ റസൂലിന്റെ ഈ വാക്ക് കേട്ടപ്പോൾ, ഈ കൽപ്പന കേട്ടപ്പോൾ ആയിഷ ബീവി വിസമ്മതം പ്രകടിപ്പിച്ചുകൊണ്ട് പറയുകയാണ്, എൻ്റെ പിതാവ് റഖീഖുൽ ഖൽബാണ്, റഖീഖുൽ ഖൽബാണ്, ലോലഹൃദയനാണ്. എൻ്റെ ബാപ്പ സാധാരണ തന്നെ ഖുർആൻ ഓതുമ്പോൾ പൊട്ടിപ്പൊട്ടിക്കരയുന്നതാണ് ഞാൻ കാണാറുള്ളത്. നമസ്കാരത്തിന് എൻ്റെ ബാപ്പയെ ഇമാമത്ത് നിർത്തിയാൽ മഅ്മൂമുകൾക്ക് കേൾക്കാൻ കഴിയാതെ പോകും. അതുകൊണ്ട് നിർബന്ധിപ്പിക്കല്ലേ നബിയെ എന്ന് ആയിഷ ബീവി പറയാൻ. സുബ്ഹാനല്ലാഹ്. വഇദാ സമിഉ മാ ഉൻസില ഇലർ റസൂൽ തറാ അഅ്യുനഹും തഫീലു മിനദ്ദംഅ്. പ്രവാചകന് അവതരിപ്പിക്കപ്പെട്ട ഈ ഗ്രന്ഥം, അള്ളാഹുവിൻ്റെ കലാം ഓതി കേൾപ്പിക്കപ്പെടുന്നത് ആര് കേട്ടുവോ വിശ്വാസികളാണെങ്കിൽ അവർക്ക് ഇളക്കമുണ്ടാകും, ചിന്തയുണ്ടാകും. തറാ അഅ്യുനഹും തഫീലു മിനദ്ദംഅ്. അവരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരൊഴുകുന്നത് നിങ്ങൾക്ക് കാണാം. ഫലസ്തീനിന്റെ ചിത്രം, ദയനീയമായ ആ ചിത്രം നമ്മുടെ മുമ്പിലുണ്ട്. അള്ളാഹു അവർക്ക് സമാധാന ശാന്തി നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മാതാപിതാക്കളുടെ ജനാസ മുന്നിൽ കിടത്തിയിട്ടുണ്ട്. അവരുടെ വീട് തകർന്ന് തരിപ്പണായിട്ടുണ്ട്. എന്നിട്ടും ആ പിഞ്ചുബാലൻ ആ തകർന്നടിഞ്ഞ മാതാപിതാക്കളുടെ ജനാസക്ക് നമസ്കരിച്ചതിന് ശേഷം തകർന്നടിഞ്ഞ ആ വീടിന്റെ ഒരു കല്ലിലിരുന്നു കൊണ്ട് പ്രിയപ്പെട്ടവരെ ഖുർആനിന്റെ വചനം ഓതുകയാണ്. വലനബ്ലുവന്നകും ബിശൈഇം മിനൽ ഖൗഫി വൽ ജൂഅ്. ആയത്തിങ്ങനെ ഓതുകയാണ്. അല്ലാഹുവിന്റെ പരീക്ഷണം പ്രതീക്ഷിക്കണം. അവൻ നിങ്ങളെ ദുനിയാവിൽ പരീക്ഷിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് ക്ഷമാലുക്കൾക്ക് സന്തോഷ വാർത്ത അറിയിക്കുക എന്നുള്ള ആയത്തിങ്ങനെ ഓതുകയാണ്. ആ പൊന്നുമോന്റെ ആശ്വാസം, ആ പ്രതീക്ഷ, ഈമാനിന്റെ കരുത്ത്, പ്രിയപ്പെട്ടവരെ ഖുർആനിന്റെ ശക്തി ഒക്കെ നമുക്കവിടെ കാണാൻ പറ്റി. അതാണ് ഖുർആൻ, അതാണ് ഖുർആൻ. ഈ ഖുർആന്റെ ആശയം, ഖുർആനിന്റെ പ്രയോഗം, ഖുർആനിന്റെ ഗ്രാമർ തലം, ഖുർആനിന്റെ സാഹിത്യം, ഖുർആനിന്റെ പ്രതിപാദ്യ ശൈലി ഒക്കെ മഹാത്ഭുതമാണ്. ലോകത്ത് ഒരുപാട് ഗവേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, പഠന ഗവേഷണങ്ങൾ. പ്രിയപ്പെട്ടവരെ, കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിൽ വരെ ഗവേഷണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിലെ ഖുർആനിന്റെ അക്ഷരങ്ങൾ, ഖുർആനിന്റെ പ്രയോഗ രീതികൾ, ഖുർആനിന്റെ സാഹിത്യം എത്ര മനോഹരമാണ് എന്ന് ഗവേഷകന്മാർ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. കാലം ഏതാ നോക്കണം, 1400 കൊല്ലങ്ങൾക്ക് മുമ്പാണ്. ഒരു 60 കൊല്ലം മുമ്പ് ഉണ്ടായിരുന്ന മലയാള പത്രത്തിന്റെ ഒരു കട്ടിങ് കിട്ടിയാൽ ആ ഭാഷാപ്രയോഗം ഇന്നത്തെ ഭാഷാപ്രയോഗം തമ്മിൽ എത്ര വ്യത്യാസം ഉണ്ടാവും. ചിരി വരും അത് വായിച്ചാൽ, അത്ര മാറ്റം ഉണ്ടാവും. പക്ഷേ 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലാണ് മുഅ്ജിസത്താകുന്ന ഈ വിശുദ്ധ ഖുർആനിന്റെ ശൈലി, ഇതിന്റെ പ്രയോഗം എല്ലാം. നോ കറക്ഷൻ. ഭരണഘടന വരെ 500-ൽ പരം ബുദ്ധിജീവികൾ ഉണ്ടാക്കിയിട്ട് 25 തവണ അമെൻമെന്റ് വരുത്തിയിട്ടുണ്ട് എന്നാണ്. എന്നാൽ നോ കറക്ഷൻ, ഇന്ന് വരെ ഒരു തിരുത്തലും വിധേയമാക്കാത്ത ഗ്രന്ഥമാണ് പ്രിയപ്പെട്ടവരെ വിശുദ്ധ ഖുർആൻ. അത് പരാമർശിക്കാത്ത വിഷയങ്ങളില്ല. 10,000-ഓളം കൽപ്പനകൾ, ശാസ്ത്രീയ സൂചനകൾ, അനീതി എന്ന് പറഞ്ഞ് നുള്ളിക്കളയാൻ ഒരു വാക്ക് പോലും ഖുർആനിലില്ല. ശരിയല്ല എന്ന് പറഞ്ഞ് മാറ്റിവെക്കാൻ ഖുർആൻ പറഞ്ഞ ഒരു വിഷയവും ഒറ്റ വചനവും ഇല്ല. ഖുർആൻ പറഞ്ഞ നന്മകളുടെ ലിസ്റ്റ് നന്മകളായി ലോകം അംഗീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഖുർആൻ പറഞ്ഞ തിന്മകൾ, ഹറാമുകൾ ആരും അത് ഹറാമാക്കേണ്ടിയിരുന്നില്ല എന്ന് ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. ഇത് ദൈവിക ഗ്രന്ഥത്തിന്റെ പ്രത്യേകതയാണ്. ഇന്നഹു ലഖുർആനുൻ കരീം. ഇത് മാനിക്കപ്പെടേണ്ട, ആദരവോടെ കാണേണ്ട ഗ്രന്ഥമാണ് ഖുർആൻ. തൻസീലും മിർ റബ്ബിൽ ആലമീൻ. ഒരേ ഒരു കാരണമാണ്, ലോകരക്ഷിതാവിൽ നിന്നാണ് ഈ ഗ്രന്ഥം അവതരിപ്പിച്ചിരിക്കുന്നത്. അള്ളാഹുവിന്റെ ഗ്രന്ഥം, അള്ളാന്റെ കലാം. ചാന്ദ്രയാൻ ദൗത്യം ISRO നടത്തി 3. എന്നിട്ട്
ISROയുടെ ചെയർമാൻ്റെ ഒരു അഭിമുഖം നമ്മളൊക്കെ കണ്ടു. അദ്ദേഹം പറയാണ്, ഈ ഭൂമി ഇങ്ങനെ വികസിച്ച് അവസാനം ഇത് തകർന്നടിയും, മനുഷ്യന് പിന്നെ ജീവിക്കണമെങ്കിൽ വേറെ ഒരിടം കണ്ടെത്തേണ്ടി വരും, ഭൂമി പറ്റൂല, സാധ്യമല്ല എന്നാണ്. പ്രിയപ്പെട്ടവരെ, ഇത് ISRO ചെയർമാൻ പറയണത് നിരീക്ഷണ പഠന ഗവേഷണ കണ്ടുപിടുത്തങ്ങളുടെ ശാസ്ത്രീയമായ മാനങ്ങളുടെ വെളിച്ചത്തിലാണ്. അക്ഷരാഭ്യാസമില്ലാത്ത, കണ്ടുപിടുത്തങ്ങളില്ലാത്ത, ഗവേഷണങ്ങളില്ലാത്ത ഒരു കാലത്ത് എഴുത്തും വായനയും അറിഞ്ഞിട്ടില്ലാത്ത അഷ്റഫുൽ ഖൽക്കായ നമ്മുടെ നേതാവ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹീന്റെ വെളിച്ചത്തിൽ കിട്ടിയ അള്ളാഹുവിൻ്റെ ഈ കലാം, കുല്ലു മൻ അലൈഹാ ഫാൻ, ഈ ഭൂമുഖത്തുള്ള എല്ലാം നാശമടയുന്നതാണ്. ഖുർആൻ കൃത്യമായിട്ട് പറഞ്ഞു. അപ്പൊ നേരത്തെ ഖുർആൻ പറഞ്ഞു, ഇന്ന് നമ്മുടെ ശാസ്ത്രലോകം അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. അല്ലാഹു അക്ബർ. മനുഷ്യ ശരീരം 800 കോടി ജനത, അവരുടെയൊക്കെ മുഖം വ്യത്യസ്തമാണ്, ചുണ്ടുകൾക്കിടയിൽ നിന്ന് വരുന്ന ശബ്ദം വ്യത്യസ്തമാണ്, എല്ലാം വ്യത്യസ്തം. AI കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, മനുഷ്യനിർമ്മിത ബുദ്ധിയുടെ കാലഘട്ടം. ഇനി ഓപ്പറേഷൻ ചെയ്യാൻ AI ഡോക്ടർ വരുന്നാണ്. അധ്യാപകൻ തിരുവനന്തപുരത്ത് AI ടീച്ചർ നിർമ്മിക്കപ്പെട്ടു. കോഴിക്കോട് ഹോട്ടലിൽ സപ്ലയർ AI ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലൂടെ നിർമ്മിക്കപ്പെട്ടു. പക്ഷെ ഇതൊക്കെ കാണുമ്പോഴും എല്ലാവരുടെയും ഷൈപ്പ്, എല്ലാവരും പറഞ്ഞത് ഈ ഘടന തന്നെയാണ് ഏറ്റവും നല്ലത് എന്നാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലും സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യന്റെ ഘടന, ലഖദ് ഖലഖ്നൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം, ഏറ്റവും സുന്ദരമായ ഘടനയിലാണ് മനുഷ്യരെ നിങ്ങളെ നാം സൃഷ്ടിച്ചിരിക്കുന്നത്. അള്ളാഹു പറയാൻ, ആ ഘടന ഖുർആൻ പറഞ്ഞൊരു മാറ്റവും ഇന്ന് ലോകത്ത് ഒരു പരിഷ്കർത്താക്കളും അഭിപ്രായപ്പെട്ടിട്ടില്ല. ഖുർആൻ സമ്മതിക്കുന്ന സത്യം, പ്രിയപ്പെട്ടവരെ, നേരത്തെ സമ്മതിച്ച സത്യം ഇന്ന് പലരും സമ്മതിച്ചു കൊണ്ടിരിക്കുന്നു. എന്നിട്ട് ഈ മനുഷ്യന്റെ ശരീരഘടനയെ, ആന്തരിക ബാഹ്യ അവയവങ്ങളെക്കുറിച്ചൊക്കെ പഠനവിധേയമാക്കി ഏറ്റവും വിദഗ്ധരായ ഡോക്ടർമാർ പറഞ്ഞത് ഇതിനൊരു ഗ്യാരണ്ടി ഇല്ല എന്നാണ്. ഏത് സമയത്തും അറ്റാക്ക് വരാം, ഏത് സമയത്തും ഈ ശ്വാസം നിൽക്കാം, ഒരു ഗ്യാരണ്ടി ഇല്ല എന്നാണ്. പ്രിയപ്പെട്ടവരെ, ഇത് ഖുർആൻ കൃത്യമായി പറഞ്ഞു. കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്, എല്ലാ ദേഹവും മരണം ആസ്വദിക്കുക തന്നെ ചെയ്യും. അതാണ് പഠനം നടത്തിയിട്ട് ഇന്ന് ശാസ്ത്രലോകവും സമ്മതിച്ചുകൊണ്ടിരിക്കുന്നത്. ഉയർത്തെഴുന്നേൽപ്പ് സത്യമാണ്, ഖുർആനാണ് പറയുന്നത്. അതിന് ശാസ്ത്രീയമായി എങ്ങനെ എന്ത് എന്നൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ട്. അയഹ്സബുൽ ഇൻസാനു അല്ലൻ നജ്മഅ ഇളാമ ബലാ ഖാദിരീന അലാ അൻ നുസവ്വിയ ബനാന. കോടിക്കണക്കിന് ആളുകളുടെ ഫിംഗർ പ്രിന്റ് വ്യത്യസ്തമാക്കി സൃഷ്ടിച്ച റബ്ബിന്റെ സൃഷ്ടിവൈഭവം എത്ര മനോഹരമാണ്, എത്ര അത്ഭുതകരമാണ്. തമ്പ് ഇംപ്രഷൻ, ഒപ്പിടാൻ കൈ പിടിക്കാൻ നോക്കൂ നിങ്ങൾ. മുമ്പ് വന്ന 10 ആളുകളുടെ അതേ കൈവിരലല്ല ഇത്, വ്യത്യസ്തമാക്കി അള്ളാഹു സൃഷ്ടിച്ചു. ഇത് കണ്ട നമ്മളോട്, ബോധ്യപ്പെട്ട നമ്മളോട് അള്ളാഹു അതിനു മുമ്പേ ചോദിച്ച ചോദ്യം, അയഹ്സബുൽ ഇൻസാനു അല്ലൻ നജ്മഅ ഇളാമ, മനുഷ്യരുടെ എല്ലുകളെ ഒരുമിച്ച് കൂട്ടാൻ നമുക്ക് കഴിയില്ലെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? അതുകൊണ്ട് ഉയർത്തെഴുന്നേൽപ്പിനെ എന്തിന് നിഷേധിക്കണം എന്നാണ്. പ്രിയപ്പെട്ടവരെ, മരണാനന്തരം എങ്ങോട്ട് എന്നുള്ളതിന് ഉത്തരം പറയാൻ ഇവിടെ ഒരു ശാസ്ത്ര ഗ്രന്ഥത്തിനും സാധ്യമല്ല. ഒരു ശാസ്ത്ര ഗ്രന്ഥത്തിനും മരണാനന്തരം എങ്ങോട്ട് എന്നതിന് ഉത്തരമില്ല. ഖുർആൻ കൃത്യമായി, വ്യക്തമായി, സത്യമായി നമ്മുടെ ഗർഭാശയത്തിലെ വളർച്ചയുടെ ഘട്ടങ്ങൾ പറഞ്ഞതുപോലെ ദുനിയാവിലെ ജീവിതത്തിലെ ഘട്ടങ്ങളും വളർച്ചകളും, ഈ ദുനിയാവിലെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും പരീക്ഷണങ്ങളും, ഇങ്ങനെ ജനനവും മരണവും പറഞ്ഞു എന്ന് മാത്രമല്ല, മരണാനന്തരം എങ്ങോട്ടാണ് പോകുന്നതെന്ന് പറഞ്ഞ ഗ്രന്ഥം അള്ളാഹുവിൻ്റെ കലാമാണ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മരിച്ചുപോയ ഒരാൾ തിരിച്ചു വന്ന് നമ്മുടെ നാട്ടിലുണ്ട്, അയാൾ സംസാരിക്കുന്നുണ്ട്, ഇന്നാലിന്ന ഗ്രൗണ്ടിൽ എന്ന് പറഞ്ഞാൽ
നമ്മളൊക്കെ അവിടേക്ക് പോകൂലേ? കാരണം അയാളുടെ സംസാര വിഷയം എന്താ അറിയോ? അയാൾ ഖബറിൽ അനുഭവിച്ച, പരലോകത്ത് കണ്ട യാഥാർത്ഥ്യങ്ങളാണ് അയാൾ പറയണത്. അത് കാണാൻ കേൾക്കാൻ നമ്മളൊക്കെ താല്പര്യപൂർവ്വം പോകും. കാരണം മരിച്ചുപോയ ഒരാളാണ് തിരിച്ചു വന്നിരിക്കുന്നത്. അങ്ങനെ ഒരാൾ നമ്മുടെ വീട്ടിലുണ്ട്, നമ്മുടെ കയ്യിലുണ്ട്. അതാണ് ഖുർആൻ എന്ന് ഇമാം ഗസാലി പറയുന്നുണ്ട്. ആ ഖുർആൻ ശിക്ഷയുടെ, രക്ഷയുടെ, മുൻ സമൂഹങ്ങളുടെ, മാത്രമല്ല ഈ ജീവിതത്തെക്കുറിച്ചും ഇതിനപ്പുറത്തെക്കുറിച്ചും വന്ന വഴിയെക്കുറിച്ചും ഇനി പോകാനുള്ള വഴിയെക്കുറിച്ചും കൃത്യമായി പ്രതിപാദിക്കുന്ന ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. മാഷാ അല്ലാഹ്. ഖുർആൻ ഇറങ്ങിയ മാസത്തിലാണ് നമ്മുടെ ഈ ചർച്ച. പ്രിയപ്പെട്ടവരെ, നോമ്പിനെ കുറിച്ച് ഖുർആൻ പറഞ്ഞ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 183 മുതൽ 187 വരെയുള്ള 5 ആയത്തുകൾ നമുക്ക് ഒന്നിച്ച് വായിക്കാൻ പറ്റും. ആകെയുള്ള 5 ആയത്തുകളിൽ നോമ്പ് പരാമർശമുണ്ട്, പ്രാർത്ഥനയുണ്ട്. ആ നോമ്പിനെ കുറിച്ച് പറഞ്ഞോടത്തെ അയ്യാമം മഅദൂദാത്ത്, ഇന്നിപ്പോ 13ആയി, എണ്ണപ്പെട്ട ദിവസങ്ങൾ മാത്രമാണ്. ഫമൻ കാന മിൻകും മരീളൻ ഔ അലാ സഫർ, ആരെങ്കിലും നോമ്പ് ഫർളാണ് എന്ന് പറയുക മാത്രമല്ല, ആ റമദാനിൽ ആർക്കെങ്കിലും രോഗമുണ്ടായാൽ, ആരെങ്കിലും യാത്രയിലായാൽ, യാത്ര കഴിഞ്ഞ് രോഗം മാറിയതിന് ശേഷം നിങ്ങളാ നോമ്പെടുത്ത് തീർക്കണേ. അള്ളാന്റെ കൽപ്പനയാണ്. തീർന്നില്ല. അടുത്ത ആയത്തുകളിലൊക്കെ കാണാൻ കഴിയുന്ന ചില പരാമർശം മാത്രം ഓർമ്മപ്പെടുത്തുകയാണ്. വഅലല്ലദീന യുതീഖൂനഹു ഫിദിയത്തുൻ തഅമു മിസ്കീൻ, വളരെ ഞെരുക്കത്തോടെ മാത്രം നോമ്പെടുക്കാൻ കഴിവുള്ള ആളുകൾ ആപത്ത് വിളിച്ചു വരുത്തേണ്ടതില്ല, ആത്മഹത്യയുടെ വഴി തേടേണ്ടതില്ല. അവർക്ക് അതികഠിനമായ വേദനയും മാറാരോഗങ്ങളുമാണ് ഉള്ളതെങ്കിൽ, വാർദ്ധക്യ സഹജമായ നിത്യരോഗികളാണെങ്കിൽ, ഗർഭിണികളാണെങ്കിൽ, പാലൂട്ടുന്നവരാണെങ്കിൽ, നോറ്റുവീട്ടാൻ അവസരം അവരുടെ മുമ്പിലില്ലെങ്കിൽ, ഫിദിയത്തുൻ തഅമു മിസ്കീൻ, സാധുവിന് ഭക്ഷണം കൊടുത്താൽ മതി, ഫിദിയ കൊടുത്താൽ മതി, പകരം പ്രായശ്ചിത്തം. എന്നിട്ട് അടുത്ത ആയത്തിൽ ഇങ്ങനെ വിശദീകരിക്കാൻ, യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്ർ വലാ യുരീദു ബിക്കുമുൽ ഉസ്ർ, അല്ലാഹു എളുപ്പമാണ് ഉദ്ദേശിക്കുന്നത്, ഞെരുക്കം അല്ലാഹു ഉദ്ദേശിച്ചിട്ടില്ല. ഇങ്ങനെയൊക്കെ പറഞ്ഞാലും അവസാനം സമാപനം എങ്ങനെ അറിയോ? വൻ തസൂമൂ ഖൈറുൽ ലക്കും, നോമ്പെടുക്കലാണ് ഇളവിൻ്റെ ആനുകൂല്യമുണ്ടെങ്കിലും നിങ്ങൾക്ക് ഏറ്റവും ഉത്തമം. ഇളവൊക്കെ ഉണ്ട്, പക്ഷെ എന്നാലും നോമ്പെടുക്കാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾ നോമ്പെടുക്കലാണ് നിങ്ങൾക്ക് നല്ലത്. സഹോദരിമാർ ആലോചിക്കുക, റമദാനിലെ 5-6-7 ദിവസം നഷ്ടപ്പെട്ടു പോയ അശുദ്ധിയുടെ കാരണത്താൽ നിർവഹിക്കാതെ മാറ്റിവെച്ച നോമ്പും അതുപോലെ തന്നെ നമസ്കാരങ്ങളും. നോമ്പ് പിന്നീട് നോറ്റ് വീട്ടണം, നമസ്കാരം പിന്നീട് നിർവഹിക്കേണ്ടതില്ല. അതുപോലെ പ്രസവാനന്തരം 40 ദിവസമൊക്കെ ആണെങ്കിലും നമസ്കാരം പിന്നീട് നിർവഹിക്കേണ്ടതില്ല. അള്ളാഹുവിൻ്റെ ആനുകൂല്യം, ഇളവ്. ഞാനിതെന്തിനാ പറഞ്ഞത് അറിയോ? ഖുർആന്റെ അമാനുഷികത പറയാനാണ്. അജയ്യം, അതുല്യം എന്ന് പറയാനാണ്, നോമ്പ് പറയാനല്ല. മനുഷ്യനെ അറിയുന്ന റബ്ബിൻ്റെ ഇടപെടൽ. ഇങ്ങനെ ഒരു ഇടപെടൽ നോമ്പ് ഫർളാക്കിക്കൊണ്ടുള്ള കൽപ്പനകളിൽ ഇല്ലായിരുന്നുവെങ്കിൽ ഖുർആൻ വിരോധികൾ റമദാൻ വന്നാൽ വായ തുറന്നുകൊണ്ട് ഖുർആനിനെതിരെ അവർ ഉറഞ്ഞു തുള്ളുമായിരുന്നു. സുബ്ഹാനല്ലാഹ്, അല്ലാഹു അക്ബർ. അള്ളാഹു നോമ്പ് ഫർള എന്ന് പറഞ്ഞോട് തന്നെ കൃത്യമായിട്ട് അതിന് അള്ളാഹു നമ്മുടെ കൂടെ ചേർന്ന് നിന്ന് ഇടപെട്ടുകൊണ്ട് നമ്മുടെ അവസ്ഥ അറിഞ്ഞുകൊണ്ട് സംസാരിക്കുകയാണ്. ഇത് മുഇസ്സത്താണ്. ഖുർആൻ മുഇസ്സത്താണ്. ബുദ്ധിജീവികൾ, ചിന്തകന്മാർ, ശാസ്ത്ര പ്രതിഭകൾ, സെലിബ്രിറ്റികൾ വരെ ഈ കാലഘട്ടത്തിൽ വരെ, ഇന്നലകളിൽ വരെ ഖുർആൻ ഉൾക്കൊണ്ടുകൊണ്ട് അള്ളാഹുവിൻ്റെ ഈ കലാമ് മനസ്സിലേക്ക് സ്വീകരിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇൻഹുവ ഇല്ലാ ദിക്റുൽ ലിൽ ആലമീൻ, ഇത് ലോകർക്കാകമാനമുള്ള ഉത്ബോധനമാണ്, ലോകർക്കാകമാനമുള്ള സന്ദേശമാണ്, വെളിച്ചമാണ്. ലിമൻ ശാഅ മിൻകും അൻ യസ്തഖീം, ആരാണ് ചൊവ്വായ നേരായ പാതയിൽ
ജീവിക്കണം എന്നാഗ്രഹിക്കുന്നതെങ്കിൽ അവർക്കുള്ള വഴികാട്ടിയാണ് വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് ഖുർആൻ തുറന്നു വെച്ച് ആ വഴിയിലൂടെ മുന്നോട്ട് പോവുക. ഏത് ഉപകരണത്തിനും വാങ്ങുമ്പോൾ അതിൻ്റെ കൂടെ ചൈനക്കാരുണ്ടാക്കിയാലും ജപ്പാൻകാരുണ്ടാക്കിയാലും കാണാം, ഒരു 8-10 ഭാഷകളിൽ ഒരു കാറ്റലോഗ് കാണാൻ പറ്റും. 500 രൂപൻ്റെ ആ ബോക്സ് തുറന്നു നോക്കുമ്പോൾ അതിൽ ആ ഉപകരണം നിർമ്മിച്ച നിർമ്മാതാക്കൾ എഴുതിവിട്ട കാറ്റലോഗ്. എന്തീ കാരണം? നിർമ്മാതാക്കൾക്കാണ് പറയാൻ പറ്റുക ഈ ഉപകരണം എങ്ങനെ ഉപയോഗിക്കണം. പ്രിയപ്പെട്ടവരെ, സൃഷ്ടാവായ പടച്ച റബ്ബ് സ്വർഗത്തിൽ നിന്ന് ഭൂമി ലോകത്തേക്ക് നമ്മുടെ വല്ലിപ്പാനിയും വല്യമാനിയും ആദം ഹവ്വ ദമ്പതികളെ പറഞ്ഞയച്ചപ്പോ ഇമ്മാ യഅ്തിയന്നകും മിന്നീ ഹുദാ ഫമൻ തബിയ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. എൻ്റെ സന്ദേശം നിങ്ങൾക്ക് വരും, എൻ്റെ മഴ വരുന്നത് പോലെ, അനുഭവിക്കുന്നത് പോലെ, എൻ്റെ സൂര്യപ്രകാശം നിങ്ങൾക്ക് ലഭിക്കുന്നത് പോലെ എൻ്റെ ഹുദ നിങ്ങൾക്ക് വരും, എൻ്റെ സന്മാർഗത്തിൻ്റെ പ്രകാശം നിങ്ങളിലേക്ക് വരും, എൻ്റെ വേദങ്ങൾ വരും. അത് നിങ്ങൾ ശ്രദ്ധിക്കണം, ഉൾക്കൊള്ളണം. പിന്നീട് നിങ്ങൾക്ക് ഭയപ്പാടിൻ്റെ പ്രശ്നമില്ല. അന്ന് പറഞ്ഞതാണ്. പ്രിയപ്പെട്ടവരെ, ആ ഗ്രന്ഥമാണ്, അങ്ങനെ നമുക്ക് കിട്ടിയ ഗ്രന്ഥമാണ് നമ്മുടെ കയ്യിലുള്ള ഖുർആൻ. ഇത് സൃഷ്ടാവിൻ്റെ അറിയിപ്പാണ്. നമ്മളെങ്ങനെ ജീവിക്കണം എന്നതിന് സൃഷ്ടാവിൻ്റെ അറിയിപ്പ്. അതുകൊണ്ട് ഈ സരസ് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, ഒന്നാമതായി ഓതുക, പാരായണം ചെയ്യുക. വറത്തിലിൽ ഖുർആന തർത്തീല, സാവകാശം നിർത്തി ശ്രുതിമധുരമായി തജ്വീദോടുകൂടി അർത്ഥം ചിന്തിച്ചുകൊണ്ട് പ്രാർത്ഥനകൾ ഉരുവിട്ടുകൊണ്ട് ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുക. ഖുർആൻ സാവകാശം ഓതുക. ഇത് അല്ലാഹുവിൻ്റെ കലാമാണ്. അള്ളാഹു തൗഫീക്ക് നൽകുമാറാവട്ടെ. ഒരു ഖത്തം തീർത്തോലൊക്കൊന്ന് കൈപൊക്കി. റമളാനിൽ 13ാമത്തെ ഇന്ന് ഒരു ഖത്തം പൂർത്തിയായവർ കുറേ ആളുകളുണ്ട്. അൽഹംദുലില്ലാ, മാഷാ അല്ലാഹ്, അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. വേറെല്ലാവരും പൊക്കാൻ നിന്നപ്പോഴത്തിന് ഞാൻ വിഷയം മുന്നോട്ട് പോകുകയാണ്, സമയക്കുറവ് കൊണ്ടാണ്. അള്ളാഹു ഈ റമളാൻ കഴിയുമ്പോഴേക്കിന് 2 തവണയെങ്കിലും ഖുർആൻ ഖത്തം തീർക്കാൻ നമുക്ക് ഭാഗ്യം നൽകുമാറാവട്ടെ. ഒരാവർത്തിയെങ്കിലും ഈ ഒത്തുകൂടിയ ഈ വിഷയം ചർച്ച ചെയ്യുന്നതിൻ്റെ ശ്രോതാക്കളോട് എനിക്ക് പറയാനുള്ളത്, ഒരാവർത്തിയെങ്കിലും കണ്ണടയുന്നതിന് മുമ്പ് ഖുർആൻ പരിഭാഷ വെച്ച് അതിൻ്റെ അർത്ഥം ചിന്തിച്ചുകൊണ്ട് വേണം പ്രിയപ്പെട്ടവരെ നമുക്ക് ഈ ലോകത്ത് നിന്ന് ഇവിടെ പറയാൻ. അള്ളാഹു തൗഫീക്ക് നൽകുമാറാവട്ടെ. ഖുർആൻ ഇറങ്ങിയ മാസത്തിലാണ് നമ്മുടെ ഈ ചർച്ച. അതുകൊണ്ട് ഈ ഖുർആൻ ഓതുക. മഹാനായ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹിയുടെ ചരിത്രം പറയുന്നിടത്ത് മകൻ പറയുന്നുണ്ട്, ബാപ്പ ഒരാഴ്ചയിൽ 2 ഖത്തം തീർക്കും എന്നാണ്. 2 ഖത്തം. ഒരു ഖത്തം തീർക്കാറുള്ളത് പകൽ സമയത്താണ്. ഒരാഴ്ചയിൽ 2 ഖത്തം. നമ്മൾ ആലോചിക്കണം കേട്ടല്ലേ. ഒരു ഖത്തം തീർക്കാറുള്ളത് പകൽ സമയത്താണ്, ഒരു ഖത്തം രാത്രി സമയത്തുമാണ്. അങ്ങനെയാണ് ബാപ്പ 2 ഖത്തം ഒരാഴ്ചയിൽ തീർക്കാറുള്ളത് എന്നാണ്. അത്തർജു അൻ തകൂന റഫീഖ ഖൗമിൻ ലഹും സാദുൻ വ അൻത ബിഗൈരി സാദി. മഹാന്മാരുടെ, സ്വഹാബത്തിന്റെ, സ്വാലിഹീങ്ങളുടെ, മുൻഗാമികളുടെ, സലഫുകളുടെ ഒക്കെ ചരിത്രം പറയുമ്പോൾ നമുക്ക് വലിയ ആവേശമാണ്. പക്ഷേ അവർക്ക് സ്വർഗത്തിൽ പോകാനുള്ള വിഭവങ്ങളുമായി കൊണ്ടാണ് അവർ ജീവിതം അവസാനിപ്പിച്ചത്. അവർക്ക് യാത്രാ ഭക്ഷണമുണ്ട്, സ്വർഗത്തിന്റെ യോഗ്യതയുണ്ട്. സഹോദര, നിനക്ക് എന്താ ഉള്ളത് എന്നാണ്. അതുകൊണ്ട് നമ്മളടുത്ത് എന്തുണ്ട് എന്ന് നമ്മൾ ആലോചിക്കണം. പ്രിയപ്പെട്ടവരെ, ഖുർആൻ പാരായണം ചെയ്യുക, പഠിക്കുക, ചിന്തിക്കുക, പകർത്തുക. അള്ളാഹു തൗഫീക്ക് നൽകുമാറാവട്ടെ. ഒരു ഡോക്ടർ ഒരിക്കലും ഖുർആൻ സമ്മേളനത്തിൽ ഇതേപോലെ എനിക്ക് മുമ്പ് ആശംസ അർപ്പിച്ച് സംസാരിക്കുകയാണ്. അദ്ദേഹം മെഡിക്കൽ കോളേജിലെ പ്രഗത്ഭനായ ഒരു ഡോക്ടറാണ്. അദ്ദേഹം പറയാണ്, ഈ ഖുർആൻ സമ്മേളനത്തിൽ എനിക്ക് അവസരം കിട്ടിയത് ഭാഗ്യമാണെന്ന് അദ്ദേഹം പങ്കുവെക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഞാൻ ഖുർആൻ പഠിതാവാണ്, പക്ഷേ എനിക്കിതിന് പ്രചോദനമായത് ഒരു റമളാനിൽ ഹറമിൽ തറാവീഹ് നമസ്കാരത്തിന് ഷെയ്ഖ് സുദൈസിൻ്റെ പിന്നിൽ മൗമുമായി പിന്തുടർന്ന് നമസ്കരിക്കുന്നതിൻ്റെ ആവേശമാണ് ഖുർആൻ പഠിക്കാൻ എന്നെ പ്രേരിപ്പിച്ചത് എന്നാണ് അദ്ദേഹം പറയാണ്. ഇമാം സുദൈസ് നമസ്കാരത്തിൽ പൊട്ടി പൊട്ടി കരയുന്നത് ഞാൻ കേട്ടു, സാക്ഷിയായി.
ഇമാമിൻ്റെ കരച്ചിലിൻ്റെ കൂടെ ഞാനും കോഴിക്കോട്ടുകാരനായ ഞാനും കരഞ്ഞു. ഇമാം കരഞ്ഞത് ഖുർആനിൻ്റെ അർത്ഥം ചിന്തിച്ചുകൊണ്ട് ഖബറിനെക്കുറിച്ചും വിചാരണയെക്കുറിച്ചും നരകത്തെക്കുറിച്ചും പറയുന്ന ആയത്തുകൾ വരുമ്പോഴാണ് ഇമാം പൊട്ടിക്കരഞ്ഞതെങ്കിൽ ഞാൻ കരഞ്ഞത് റബ്ബേ എനിക്കിതിൻ്റെ അർത്ഥം അറിയില്ലല്ലോ എന്നോർത്തുകൊണ്ട് കുറ്റബോധത്തോടെയാണ് ഞാൻ ആ നമസ്കാരം പൂർത്തിയാക്കിയത്. എന്ത് ഡോക്ടറായിട്ടെന്താ, എനിക്ക് അള്ളാൻ്റെ കലാം അറിയില്ലല്ലോ എന്നോർത്ത് കരഞ്ഞു എന്നാണ്. അദ്ദേഹം നാട്ടിൽ വന്നിട്ട് വേഗം ഖുർആൻ പഠന ക്ലാസ്സിൽ ചേരുകയാണ്. എന്നിട്ട് അദ്ദേഹം പറയാണ്, എനിക്ക് 1.5 ലക്ഷം രൂപ 2 ലക്ഷം രൂപയാണ് എൻ്റെ ഒരു മണിക്കൂറിൻ്റെ വില എന്നാണ്. അതിനേക്കാളും വലിയ മൂല്യമുള്ളതാണ് ഇപ്പം ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ്. പ്രിയപ്പെട്ടവരെ, അദ്ദേഹം പേരക്കുട്ടികളെ, മക്കളൊക്കെ മുതിർന്നു, പേരക്കുട്ടികൾ മുഴുവൻ നമ്മുടെ അൽമനാർ പ്രീ സ്കൂളിലെ പഠിതാക്കളാണ്. അതുകൊണ്ട് അദ്ദേഹം പങ്കുവെക്കുകയാണ്, ആ കുട്ടികൾ അവരെ ഞാൻ ഖുർആൻ പഠിപ്പിക്കാൻ വേണ്ടി 3.5 വയസ്സ് മുതൽ തീരുമാനിച്ചിട്ടുണ്ട് എന്നാണ്. എനിക്ക് കിട്ടാത്ത ഭാഗ്യം എൻ്റെ പേരക്കുട്ടികൾക്ക് കിട്ടട്ടെ എന്നാണ്. ഖബറിൽ ഒരു ചോദ്യമുണ്ട്, വമാ ഇമാമുക, നിന്റെ ഇമാമ് എന്താണ്? മദ്ഹബിൻ്റെ ഇമാമിൻ്റെ പേരോ നമ്മുടെ പള്ളിയിലെ ഇമാമിൻ്റെ പേരോ അല്ല പറയേണ്ടത്. ഇമാമ് ഖുർആനി, എൻ്റെ ഇമാമ് ഖുർആനാണ്. അപ്പൊ ഖബറിൽ ചോദ്യമുണ്ട്. ഖുർആൻ മഹ്ശറിലേക്ക് കുഴിമാടങ്ങളിൽ നിന്ന് ഖബറുകളിൽ നിന്ന് മണ്ണും തട്ടിക്കുടഞ്ഞുകൊണ്ട് നമ്മൾ എണീറ്റ് നടന്ന് ഓടിപ്പോകുന്ന ഭയവിഹ്വലരായ ഒരു രംഗമുണ്ട്. നഫ്സി നഫ്സി എന്ന് പറയുന്ന ഒരവസ്ഥയുണ്ട്. ആരും കൂടെ വരാനില്ല, ഒരു പ്രതാപവും ഒരു പ്രൗഢിയും നമ്മെ അനുഗമിക്കാനില്ല. ആ ലോകത്തതാ നടന്നു നീങ്ങുമ്പോൾ പുറകിൽ വന്നുകൊണ്ടൊരാൾ കൊട്ടി വിളിക്കുകയാണ്, തട്ടി വിളിക്കുകയാണ്. അപ്പൊ നമ്മളിങ്ങനെ തിരിഞ്ഞു നോക്കും. മാരിഫ്, എനിക്ക് മനസ്സിലായില്ല, നിങ്ങൾ ആരാണ്? അപ്പോ ഈ സുഹൃത്ത് പറയാൻ, അന സാഹിബുക്കൽ ഖുർആൻ അല്ലദീ അസ്ഹർത ലൈലക്, നിന്റെ രാത്രി ഉറക്കമൊഴിച്ചുകൊണ്ട് നീ ഓതിയിരുന്ന ഖുർആനില്ലേ, ആ ഖുർആനാണ് ഞാൻ. അല്ലാഹു എന്നെ നിന്റെ അടുക്കലേക്ക് കൂട്ടുകാരനായി പറഞ്ഞയച്ചതാണ്. ഖബറിലുണ്ട്, മഹ്ശറിൽ കൂടണ്ട്. നമ്മൾ ഓതിയ ഖുർആനാണ് ഈ വരുന്നത്. പ്രിയപ്പെട്ടവരെ, നേതാക്കന്മാർ റെക്കമെൻഡ് ചെയ്യാനില്ലാത്ത ലോകം, ആരുടെയും ശുപാർശയ്ക്ക് ഒരു പ്രാധാന്യവുമില്ലാത്ത ലോകം, അവിടെ വെച്ചുകൊണ്ട് 2 ആളുകൾ നമുക്ക് വേണ്ടി അള്ളാഹുവിനോട് ശഫാഅത്ത് നടത്തും. ഒന്ന് നമ്മൾ നോറ്റ നോമ്പാണ്, മറ്റൊന്ന് നമ്മൾ ഓതിയ ഖുർആനാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. കുട്ടികൾക്കും മക്കൾക്കും ഒക്കെ ഖുർആൻ പഠിപ്പിച്ച് രക്ഷിതാക്കൾ ഈ കൂട്ടത്തിലുണ്ടാവും. വലിയ സദസ്സിൽ, ആ മഹ്ശറിൽ പ്രിയപ്പെട്ടവരെ, ആ വൻസഭയിൽ വെച്ചുകൊണ്ട് ചില രക്ഷിതാക്കളെ തെരഞ്ഞു പിടിച്ചുകൊണ്ട് മലക്ക് വന്നുകൊണ്ട് താജുൽ വഖാർ, ഗാംഭീര്യത്തിന്റെ കിരീടം വെച്ചു കൊടുക്കുകയാണ്. ചില പ്രത്യേക രക്ഷിതാക്കൾക്ക് മാത്രം. അപ്പൊ ഈ രക്ഷിതാക്കൾ ചോദിക്കാണ്, എന്തേ ഞങ്ങൾക്ക് മാത്രം ഈ ആദരവിന്റെ, വഖാറത്തിന്റെ, ഗാംഭീര്യത്തിന്റെ കിരീടം നൽകാൻ, ആദരിക്കാനുള്ള കാരണം? നിങ്ങൾ മക്കൾക്ക് ഖുർആൻ പഠിപ്പിച്ചത് കൊണ്ട്, നിമിത്തമായത് കാരണക്കാർ നിങ്ങളായതുകൊണ്ട്, ആ മാതാപിതാക്കൾക്കുള്ള ആദരവാണ് മഹ്ശറിൽ താജുൽ വഖാർ എന്ന് പ്രിയപ്പെട്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വർഗത്തിലേക്ക് ചെന്നാൽ ഒരു കണ്ണും കാണാത്ത അത്ഭുതങ്ങളുടെ കലവറയാണ്, ലോകമാണ് സ്വർഗം. സ്വർഗത്തിന്റെ ദറജകൾ മുകളിലേക്ക്, ഉന്നതികളിലേക്ക് കൂടിക്കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. ഉയർന്നിങ്ങനെ പോകുന്നതാണ്. ഓതുക കയറുക, ഓതുക കയറുക, അങ്ങനെ ലിഫ്റ്റ് പോലെ മോളിക്ക് ഇങ്ങനെ കയറി പോവുകയാണ് ഉന്നതമായ സ്വർഗ സൗകര്യങ്ങളിലേക്ക്. എന്താ യോഗ്യത എന്നോ? ഖുർആൻ ഓതലാണ്. ദുനിയാവിൽ എത്രത്തോളമാണോ നമ്മൾ ഓതിയത്, അതുവരെയായിരിക്കും നമ്മുടെ അവിടുത്തെ സ്ഥാനം. സുബ്ഹാനല്ലാഹ്. പ്രിയപ്പെട്ടവരെ, ഇതാണ് നമ്മളെ ഓതിയ ഖുർആനിൻ്റെ മഹത്വം നമുക്ക് നാളെ കിട്ടാൻ പോണത്. എൻ്റെ സമയം അവസാനിക്കാൻ പോവുകയാണ്. ഒറ്റ കാര്യം പറയാനുള്ളത്, ഖുർആൻ ഓതുക, പഠിക്കുക, പകർത്തുക. തുറഫഹു ബിയദില്ല, ഇതിൻ്റെ ഒരറ്റം നമ്മുടെ കയ്യിലാണ്, ഒരറ്റം അള്ളാഹുവിൻ്റെ കയ്യിലാണ്. നമ്മൾ ഓതുമ്പോൾ ലൈവായിട്ട് പടച്ച റബ്ബിനെ നമുക്ക് കിട്ടുകയാണ്. റബ്ബിൻ്റെ സംസാരമാണ്. റബ്ബിനെ ലൈവായിട്ട് സംഭാഷണം നടത്താനാണ് എനിക്കും നിങ്ങൾക്കും കിട്ടുന്നത്. റമദാൻ അതിന് നിമിത്തമാവണം. സോഷ്യൽ മീഡിയയിൽ എത്ര സമയമാണ് വെറുതെ നമ്മൾ പ്രിയപ്പെട്ടവരെ ചെലവഴിക്കുന്നതെന്ന് നമ്മളൊന്ന് ആത്മാർത്ഥമായിട്ട് പരിശോധിക്കുക. എന്നാൽ ഒരു പേജ് ഖുർആൻ ഓതാൻ 5 മിനിറ്റ് മതി.
5 മിനിറ്റ് സാവകാശം ഓതുകയാണെങ്കിലും അർത്ഥമൊക്കെ ചിന്തിച്ച് പരിഭാഷ വെച്ച് വായിക്കുകയാണെങ്കിൽ വരെ 5 മിനിറ്റ് മതി. ആ 5 മിനിറ്റ് കൊണ്ട് പ്രിയപ്പെട്ടവരെ അതിൽ വന്ന 500 അക്ഷരങ്ങളാണ് ഉള്ളതെങ്കിൽ 5000 പ്രതിഫലമാണ് ഒരു പേജ് കൊണ്ട് നമുക്ക് കിട്ടാൻ പോണത്. 10 ഇരട്ടി 70 ഇരട്ടി മുതൽ പ്രതിഫലം കിട്ടുന്ന മാസം ഉപയോഗപ്പെടുത്തുക. ലോകാത്ഭുതങ്ങളിൽ മഹാത്ഭുതമാണ് പ്രിയപ്പെട്ടവരെ വിശുദ്ധ ഖുർആൻ. ഇതുള്ളിൽ ഒരു കുളിർമഴയായി അനുഭവിക്കാൻ നമുക്ക് കഴിയണം. ഇതിൻ്റെ സംരക്ഷണം അള്ളാഹു ഏറ്റെടുത്തു, നമ്മളാരെയും ഏൽപ്പിച്ചിട്ടില്ല. ഇന്നാ നഹ്നു നസ്സൽന الذിക്റ വഇന്നാ ലഹു ലഹാഫിളൂൻ. സംഘടനയെയോ ഒരു നാടിനെയോ ഒരു രാജ്യത്തെയോ അള്ളാഹു ഏൽപ്പിച്ചിട്ടില്ല. അള്ളാഹു ലൈവായിട്ട് ഇതിൻ്റെ സംരക്ഷണം ഏറ്റെടുത്തു എന്നാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഖുർആനിൻ്റെ മുമ്പിൽ വിനീതരാവാൻ കണ്ണടയുന്നത് വരെ നമ്മളെല്ലാവരും താല്പര്യം കാണിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ലൗ അൻസൽനാ ഹാദൽ ഖുർആൻ, ഈ ഖുർആൻ എത്ര അത്ഭുതമാണ്. പർവ്വതത്തെ ചൂണ്ടി അള്ളാഹു ഓർമ്മപ്പെടുത്തിയ വചനം പ്രിയപ്പെട്ടവരെ നമ്മുടെ മനസ്സിനെ പിടിച്ചു കുലുക്കാൻ നിമിത്തമാവണം. ഇന്നമൽ മുഅ്മിനൂനല്ലദീന ഇദാ ദുകിറല്ലാഹ്, വിശ്വാസികളുടെ മേൽ അല്ലാഹുവിനെ കുറിച്ച് പറയപ്പെട്ടാൽ, ഓർമ്മിപ്പിക്കപ്പെട്ടാൽ, വജിലത്ത് ഖുലൂബുഹും, റബ്ബിനെ പറയുമ്പോൾ അവരുടെ മനസ്സ് പിടപിടക്കുകയാണ്. വൈദാ തുലിയത്ത് അലൈഹിം ആയാതു, അവരുടെ മേൽ അല്ലാഹുവിൻ്റെ ആയത്തുകൾ ഓതി കേൾപ്പിക്കപ്പെട്ടാൽ, അള്ളാഹിൻ്റെ ആയത്ത് ഇങ്ങനെ ഓതി കേൾപ്പിക്കപ്പെട്ടാൽ, ആയത്ത് കേട്ടാൽ തന്നെ നമ്മളെ വാഹനത്തിൽ ഇങ്ങനെ പോകുമ്പോൾ ആ നല്ല കാര്യങ്ങളുടെ ഓത്തിങ്ങനെ വെച്ചാൽ എന്തൊരാനന്ദമാണ്, എന്തൊരു ആസ്വദനമാണ്, എത്ര മനോഹരമാണ്, എത്ര ചിന്തനീയമാണ്. സാദത്തുഹും ഈമാനാ, ഖുർആൻ കേൾക്കുമ്പോൾ അവർക്ക് ഈമാൻ വർദ്ധിച്ചുകൊണ്ടിരിക്കും. ഈമാൻ വർദ്ധിക്കണം എന്നാഗ്രഹിക്കുന്നവരെ ഖുർആനിലേക്ക് നിങ്ങൾ കാതു കൊടുക്കുക, ഖുർആനിലേക്ക് മനസ്സ് കൊടുക്കുക. വഅലാ റബ്ബിഹിം യതവക്കലൂൻ, അവർ ഖുർആനിൻ്റെ വിനീതരായ ശ്രോതാക്കളാണെങ്കിൽ, പാരായണം ചെയ്യുന്നവരാണെങ്കിൽ സ്വാഭാവികമായും അവർക്ക് അല്ലാഹുവിൽ ബരമേൽപ്പിക്കുന്ന സ്വഭാവമുണ്ടാകും. പ്രിയപ്പെട്ടവരെ, എല്ലാ സൽഗുണങ്ങളും നേടാൻ ഖുർആൻ പഠിക്കുക, പകർത്തുക. ഈ ഖുർആൻ അതുല്യം അജയ്യം എന്ന ചുരുങ്ങിയ സമയത്തിനുള്ള ഒരു ചെറിയ പരിശോധന മാത്രമാണ് വിശാലമായ ഈ വിഷയത്തിൽ നമ്മൾ നടത്തിയത്. അള്ളാഹു നമ്മേവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വിശുദ്ധ ഖുർആൻ പഠിക്കാനും ജീവിതത്തിൽ പകർത്തി ജീവിക്കുവാനും അള്ളാഹു നമ്മേവരെയും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ലോകത്ത് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് അള്ളാഹു ശാന്തിയും സമാധാനവും നിർഭയത്വവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മരണപ്പെട്ടു പോയ നമ്മുടെ പ്രസ്ഥാന ബന്ധുക്കളും മാതാപിതാക്കളും ഉൾപ്പെടെയുള്ള മുഴുവൻ വിശ്വാസികളെയും അള്ളാഹു സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അള്ളാഹുവേ, അവർക്ക് നീ ശിഫ നൽകി അനുഗ്രഹിക്കണമേ നാഥ. റമദാനിൽ നമ്മൾ അനുഷ്ഠിച്ച കർമ്മങ്ങൾ അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. ഇനിയുള്ള ദിനരാത്രങ്ങളെ നമുക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താനുള്ള ആയുരാരോഗ്യം അള്ളാഹു പ്രദാനം ചെയ്തു തരുമാറാവട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഖുർആൻ അതുല്യം അജയ്യം എന്ന വിഷയത്തിൽ ക്ലാസ് എടുത്ത മുഹമ്മദ് അലി മിഷ്കാത്തി മൗലവിക്ക് ISM മലപ്പുറം വെസ്റ്റ് ജില്ല